നമസ്കാരം, എല്ലാവർക്കും ശുഭരാത്രി. ഞാൻ എന്നെ പരിചയപ്പെടുന്നത്, എൻ്റെ പേര് ദിഗംബരൻ. ഞാൻ പഠിച്ചു വളർന്ന് കളിച്ച് നടന്നതൊക്കെ ജർമ്മനി, ഓസ്ട്രേലിയ, ദുബായിലൊക്കെയാണ്. രാവിലെ ദുബായിൽ ക്ലാസ്സിൽ പോകും. അവിടെ ഞങ്ങളുടെ പ്യൂണ് രാജമാമനെ ക്ലാസ് കഴിഞ്ഞപ്പോൾ വൈകിട്ട് സൈക്കിളിൽ ഓസ്ട്രേലിയ കൊണ്ടുനടക്കും. അവിടെ ഞങ്ങളുടെ പിള്ളേരെ കൂടി പറങ്ങാണ്ടിക്ക് പറയുന്നത് ഫുട്ബോളൊക്കെ കളിച്ചിട്ട് കളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച്, അത് പത്തരേ ഉള്ളൂ, ഓട്ടോ എടുത്ത് ജർമ്മനി വീട്ടിലേക്ക് വരും. അങ്ങനെയാണ് കാര്യങ്ങൾ പോയിട്ടിരുന്നത്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ ഒരു അമ്മായിയുടെ മോനുണ്ട്, നിങ്ങളറിയും, ഇപ്പോൾ വലിയ പന്ത് കളിക്കാരനൊക്കെ 10-32 വയസ്സ് പഠിക്കുമ്പോൾ പന്ത് കളിച്ചിറക്കാം. മെസ്സി കേട്ടോ നിങ്ങൾ? എൻ്റെ അമ്മായിയുടെ മോനാ. എൻ്റെ പേര് മെസ്സി എന്ന് നേരത്തിലാണ്, മൂസാന്നായിരുന്നു ഞങ്ങൾ ചെറുപ്പത്തിൽ. ഇവൻ എന്നെ വലിയ ബഹുമാനം. എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയിൽ ഓണാഘോഷത്തിന് ഞാൻ വാമനിന് പോകുമ്പോൾ അറിയില്ല. അപ്പം ഞാൻ എന്ത് ചോദിച്ചാലും തരണം. നീ അവന് ചവിട്ടി തന്നു 3 അടി മണ്ണ് വെച്ചാൽ തരണം. അപ്പം എന്നെ വലിയ ബഹുമാനം. ഇപ്പോൾ ഒരു ദിവസം ഞങ്ങൾ പറങ്ങാണ്ടിയൊക്കെ വിട്ട കാശുകൊണ്ട് ഞങ്ങൾ കാഴ്ചബംഗ്ലാവിൽ കൂടെ ഒരു ആനേനെ മേടിച്ചു കറി പിടിക്കാനായിട്ട്. അത് ആനേനെ കണ്ടൊരു ഗുണമുണ്ട്, ഇന്ന് വൈകിട്ട് കറിയും വയ്ക്കാൻ നാളെ രാവിലെ വർക്കുകയും ചെയ്ത്. അപ്പം അതൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ചു വണ്ടി കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു, ചേട്ടാ എനിക്കൊരു ആഗ്രഹം, എനിക്ക് വലിയ കുട്ടിയും കോടിയും കളിക്കാനാണെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, വേണ്ട, നീ കുട്ടിയും കോടിയൊന്നും കളിക്കണ്ട, നിനക്ക് കാൽപന്ത് കളിയാണ് ബെസ്റ്റ്. ഞാൻ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടൻ ഒന്ന് പഠിപ്പിച്ചിട്ട് തരണം. ഞാൻ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചു തരാൻ ഞാൻ പഠിപ്പിച്ചു തരാം. അങ്ങനെ പന്ത് നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ നോക്കുമ്പോൾ ഒരു 25 രൂപയുടെ കല്ലവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ആ കല്ലെടുത്തിട്ട് ഒരു ഒറ്റ അടി അടിച്ചു. പന്ത് കല്ല് നേരെ മുകളിലേക്ക് വരും. കല്ല് എന്ത് ചെയ്ത് താഴേക്കൊന്നുമില്ല. അപ്പോൾ ഇത് ഇവിടെ മേഘത്തിൻ്റെ ഇടയിൽ കുഞ്ഞിതാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇത് പോയി എടുക്കണമല്ലോ. ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ നിക്കറിൻ്റെ വണ്ടി ഇങ്ങനെ വേണ്ടിയിട്ട് ഒരു കുടുക്കിട്ട് കറക്കി ഒരു വീക്ക് ഇത് നേരെ മേഘത്തിൽ ലോക്കായി. ഞങ്ങൾ രണ്ടുപേരുടെ അതൊന്ന് പിടിച്ച് മോളിൽ ചെന്നു. മോളിൽ ചെന്നപ്പോൾ അവിടെ ഒരു വാതിൽ. ആ വാതിലിൽ സ്വർഗം നേടി ചെന്നു. അപ്പം ഞാൻ പയ്യെ തുറന്നു നോക്കി. ഞങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയായി. അവിടെ ചെന്നപ്പോ അവിടെ ഒരു സോഫയിൽ മാതാവും ഈശോ ഇരിക്കുന്നു. ഈശോ പിണങ്ങിയിരിക്കണം. മാതാവ് ചന്ദ്രമഴ കാണുന്നത്. കാരണം വേറൊന്നുമില്ല, IPL സീസണാണ്. മാതാവ് റിമോട്ട് കൊടുത്തിട്ടുണ്ട് IPL കാണാൻ. ഏത് അപ്പം ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഞാൻ കർത്താവിൻ്റെ നൈസായിട്ട് മാറ്റി പിടിച്ചു. ഞാൻ ചോദിച്ചു, എൻ്റെ കർത്താവേ, എനിക്കൊരാഗ്രഹമുള്ളൂ, എനിക്ക് വെള്ളം മീനാക്കണം ഇതിലൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ്, മോനെ ഞാൻ പറഞ്ഞുതരും, നിനക്ക് ഞാൻ പറഞ്ഞുതരും എന്ന് പറഞ്ഞു. എന്നെ മാറ്റിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക, അത് തിളപ്പിക്കുക, അതിൽ ഇച്ചിരി ചായപ്പൊടിയും പഞ്ചസാരയിട്ട് ആൾക്കാർക്ക് വിൽക്കുക, പൈസ ഉണ്ടാക്കുക, പോയി വീഞ്ഞ് മേടിക്കുക. ഏത് ഇപ്പം ഞാൻ ഒരുമാതിരി പരിപാടി കഴിഞ്ഞിട്ട് കർത്താവ് ഇത് പറഞ്ഞു കഴിഞ്ഞ് കർത്താവിൻ്റെ ഒരു ഒറ്റ ചവിട്ടി ഞാൻ നേരെ താഴേക്ക് വന്നു. ഞാൻ കേരളത്തിലും വീണു, പുള്ളി അർജന്റീനയിലും വീണു. അങ്ങനെയാണ്